സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ഒരു രാഷ്ട്ര തലവനെക്കുറിച്ചാണിനി. വെറും 37 വയസ്സ്. 35-ാം വയസ്സിൽ അട്ടിമറിയിലൂടെ രാജ്യം പിടിച്ചെടുത്ത സൈനികൻ. പേര് ഇബ്രാഹിം ട്രവോറെ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ചെറുപ്പക്കാർ ഇയാളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പാട്ടുകൾ, റീലുകൾ, അപദാന കഥകൾ, യൂട്യൂബ് മുതൽ ഇൻസ്റ്റഗ്രാം വരെ ഇബ്രാഹിം ട്രവോറെ നിറഞ്ഞു നിൽക്കുകയാണ്. ആഫ്രിക്കയിലെ ബുർക്കിനോ ഫാസോ എന്ന കൊച്ചു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഇബ്രാഹിം ട്രവോറെ. യുദ്ധവും ആഭ്യന്തര കലാപങ്ങളും പുത്തരിയല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നാണ് ബുർക്കിനോ ഫാസോ. 40% പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന സ്ഥലം. അവിടെ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ഒരു സംഘത്തെ അതേ വർഷം തന്നെ പുറത്താക്കിയാണ് ഇബ്രാഹിം ട്രവോറെ അധികാരത്തിലേറിയത്. ആഫ്രിക്കയിലെ പതിവ് പരിപാടി എന്ന് കരുതി വലിയ പ്രാധാന്യമൊന്നും അന്ന് അതിന് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടിയില്ല. പക്ഷേ ഇബ്രാഹിം ട്രവോറെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പെട്ടെന്ന് തിരിഞ്ഞതോടെ കഥ മാറി. ഫ്രാൻസുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് ട്രവോറയുടെ തുടക്കം. അവരുടെ എംബസി അടച്ചുപൂട്ടി. രാജ്യത്തുണ്ടായിരുന്ന ഫ്രഞ്ച് സൈനികരുടെ സംഘത്തോട് ഉടൻ സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല നടന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം റഷ്യ അവിടെ എംബസി തുറന്നു, സൈനിക ക്യാമ്പും സ്ഥാപിച്ചു. ഇപ്പോൾ വ്ളാദിമിർ പുടിന്റെ അടുത്ത സുഹൃത്താണ് ഇബ്രാഹിം ട്രവോറെ. അതിദരിദ്ര രാജ്യമാണെങ്കിലും സ്വർണ്ണ ഖനനമാണ് പ്രധാന വ്യവസായം. ഫ്രാൻസിന്റെ പഴയ കോളനിയായിരുന്ന ഈ രാജ്യത്ത് സ്വർണ്ണ ഖനനത്തിന്റെ കുത്തക ഫ്രാൻസിലെ കമ്പനികൾക്കായിരുന്നു. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കമ്പനികളുണ്ട്. ഖനനത്തിന് സ്വന്തം കമ്പനി തുടങ്ങി ട്രവോറെ സർക്കാർ. മറ്റ് കമ്പനികൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ സർക്കാർ കമ്പനിക്ക് 15% ഓഹരി നൽകണം. അതൊക്കെ ചെയ്താലും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഖനനാനുമതി കിട്ടുമെന്ന നിർബന്ധവുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇബ്രാഹിം ട്രവോറെ കത്തിക്കയറി. IMF-നെയും വേൾഡ് ബാങ്കിനെയും ഒക്കെ പാശ്ചാത്യ ശക്തികളുടെ വളർത്തു നായ്ക്കളെന്ന് വിളിച്ചു. മറ്റ് ആഫ്രിക്കൻ രാജ്യത്തലവന്മാരെ സായിപ്പിന് മുന്നിൽ മുട്ടിടിക്കുന്നവരെന്ന് പരിഹസിച്ചു. ആഫ്രിക്ക മുഴുവൻ പട്ടാള യൂണിഫോമിലെ പയ്യൻ തരംഗമായി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തിരിഞ്ഞാൽ ഇബ്രാഹിം ട്രവോറയുടെ അപദാന കഥകൾ ഒരുപാട് കിട്ടും. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോയി അവിടുത്തെ പ്രൊഫസറെ വാദിച്ചു മലർത്തിയടിച്ച കഥ, കറുത്തവർഗക്കാരോട് വിവേചനപരമായി പെരുമാറുന്ന എയർ ഹോസ്റ്റസുമാരെ വിരട്ടിയ കഥ, അവധൂതനെ പോലെ വന്ന് പാവങ്ങളെ സഹായിച്ച കഥ. എന്തിന്, ലോകപ്രശസ്ത ഗായകർ ട്രവോറയെ വാഴ്ത്തിപ്പാടുന്ന AI കൊണ്ടുള്ള സംഗീത ആൽബം വരെയുണ്ട്. ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള കറുത്തവർഗക്കാരിൽ ഇപ്പോൾ ട്രവോറയ്ക്ക് ആരാധകരുണ്ട്. ആരാധക വൃന്ദം ഇങ്ങനെ വളരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രശ്നം റഷ്യയാണ്. ബുർക്കിനോ ഫാസോയിലേക്ക് അധികം താമസിയാതെ ചൈനയും വന്നേക്കാം. അടുത്ത കാലത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന സൈനിക അട്ടിമറികൾക്കെല്ലാം പിന്നിൽ ഇവരാണെന്നാണ് പാശ്ചാത്യ ശക്തികളുടെ സംശയം. ഇപ്പോൾ ഇസ്ലാം തീവ്രവാദികൾ പിടിമുറക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം അക്രമങ്ങളും കലാപങ്ങളും വ്യാപകമാണ്. അധികാര അട്ടിമറികൾക്ക് വളക്കൂറുള്ള മണ്ണ്. ബുർക്കിനോ ഫാസോയിലും ഇതാണ് നടന്നത്. അൽ-ഖ്വയ്ദയ്ക്കും ഇസ്ലാമിക് സ്റ്റേറ്റിനും സായുധ സംഘങ്ങളുള്ള നാട്ടിൽ അവരെ ഉടൻ ഒതുക്കും എന്ന് പറഞ്ഞാണ് ട്രവോറെ അധികാരം പിടിച്ചത്. 2 വർഷത്തിനകം ജനാധിപത്യം പുനഃസ്ഥാപിക്കുമെന്നും പറഞ്ഞു. രണ്ടും നടന്നില്ല. ഇപ്പോൾ ട്രവോറെ പറയുന്നത് തീവ്രവാദികളെ ഇല്ലാതാക്കാതെ ജനാധിപത്യം നടക്കില്ലെന്നാണ്. രാജ്യത്ത് അച്ചടക്കവും രാഷ്ട്രസ്നേഹവുമാണ് ആദ്യം വേണ്ടതെന്നും പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു സ്വേച്ഛാധിപതിയുടെയും വഴികൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഇബ്രാഹിം ട്രവോറയുടെ പുതിയ നിലപാടുകൾ. സർക്കാരിനോട് വിയോജിക്കുന്നവരെ സൈനിക സേവനത്തിന് വിളിച്ചു വരുത്തി യുദ്ധമുഖത്തേക്ക് അയക്കുക വരെ ചെയ്യുന്നുണ്ടെന്ന് വാർത്തകളുണ്ട്. സത്യത്തിൽ ആരാണിയാൾ? മറ്റൊരു ആഫ്രിക്കൻ ഏകാധിപതിയോ? അതോ പലരും വിശേഷിപ്പിക്കുന്നത് പോലെ ആഫ്രിക്കയുടെ പുതിയ ചെഗുവേരയോ? കാത്തിരുന്ന് കാണാം.